നമസ്തേ. മാർച്ച് മാസം കോളോറക്ടൽ ക്യാൻസർ അവയർനെസ് മാസമായി ആചരിക്കുന്നു. ഈ മാസം വൻകുടൽ ക്യാൻസറിനെയും മലാശയ ക്യാൻസറിനെയും പറ്റി നമുക്ക് കൂടുതൽ അറിയാം. ഞാൻ ഡോക്ടർ ടീന നെൽസൺ, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, GG ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ റെസിഡൻ്റായി വർക്ക് ചെയ്യുന്നു. ഞാൻ ഡോക്ടർ ഗായത്രി, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, GG ഹോസ്പിറ്റൽ. ഇവിടെ നമുക്ക് ടീന പറഞ്ഞതുപോലെ ഈ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാസമാണ് കൊളോറക്ടൽ ക്യാൻസർ അവയർനെസ് മന്ത്. ചില ചോദ്യോത്തരങ്ങളിലൂടെ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. മാഡം, ഇപ്പോൾ വൻകുടൽ ക്യാൻസർ ഇപ്പോൾ അധികം കൂടി വരുന്നതായി തോന്നുന്നുണ്ടോ? ചെറുപ്പക്കാരിലുമൊക്കെ കൂടുതലായി ഉണ്ടെന്ന് തോന്നുന്നു. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഇപ്പോൾ വൻകുടൽ ക്യാൻസർ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു ക്യാൻസറാണ്. ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം അതിൻ്റെ ഇൻസിഡൻസ്, അതായത് കാണുന്ന ആ തോത് ഇപ്പോൾ കൂടിക്കൂടി വരുന്നൊരവസ്ഥയിലാണ്. എന്നുവെച്ചാൽ ഈ ഒരു വൻകുടൽ ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണം ഈ പ്രായം തന്നെയാണ്. പ്രായം കൂടി വരുമ്പോൾ ഏത് ക്യാൻസറിൻ്റെയും അളവ് കൂടുന്നു എന്നുള്ളത് പോലെ തന്നെ വൻകുടൽ ക്യാൻസറിൻ്റെ അളവും കൂടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യങ്ങർ ഇൻഡിവിജ്വൽസിലും 50 വയസ്സിന് താഴെയുള്ള ആൾക്കാരിൽ ക്യാൻസർ കൂടി വരുന്നുണ്ട്. ഈ വൻകുടൽ ക്യാൻസർ കൂടി വരുന്നുണ്ട്. ഈ വൻകുടൽ ക്യാൻസറിൻ്റെ കാരണങ്ങൾ നിരവധിയാണ്. ഒന്ന്, ഡെഫിനറ്റ്ലി നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള കോസ് ഉണ്ട്, അതായത് പാരമ്പര്യമായി ഉള്ള കാരണങ്ങളുണ്ട്. ഈ കോളൻ ക്യാൻസർ വരാനായിട്ട് മറ്റ് അനവധി കാരണങ്ങളുമുണ്ട്. ഒന്ന്, ഈ ഒബീസിറ്റി, അമിതമായ ഭാരം, ശരീരഭാരം ഉണ്ടാവുക, വ്യായാമം ചെയ്യാതിരിക്കുക, പിന്നെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം തന്നെ വൻകുടൽ ക്യാൻസറുടെ പ്രധാന കാരണമാണ്. പ്രധാനമായിട്ട് ഈ പ്രോസസ്ഡ് മീറ്റ് കഴിക്കുക എന്നുള്ളത്, റെഡ് മീറ്റ്, പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് കഴിക്കുക, അത് ഡെയിലി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വൻകുടലിൻ്റെ ക്യാൻസർ ഒരുപാട് ഇൻക്രീസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ വെജിറ്റബിൾസ് എല്ലാം തന്നെ കഴിക്കാതിരിക്കുക, സ്മോക്ഡ് ഫുഡ് ഉപയോഗിക്കുക, ബാർബിക്യൂ ചെയ്ത ഫുഡ് ഉപയോഗിക്കുക, ഗ്രിൽഡ് ആയിട്ടുള്ള ഫുഡ്, ഗ്രിൽഡ് ചിക്കനൊക്കെ ഇപ്പോൾ സ്ഥിരമായി കഴിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം തന്നെ കൂടുതലായി കഴിക്കുന്നത് വഴി ഈ വൻകുടൽ ക്യാൻസറിൻ്റെ അളവ് കൂടുന്നു എന്നാണ് എല്ലാ പഠനങ്ങളും കാണിക്കുന്നത്. അതുപോലെ ആൽക്കഹോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണല്ലോ. അതുപോലെ സ്മോക്കിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം കഴിക്കുന്നത് വഴി നമുക്കൊരു തോത് വരെ ഈ ഒരു വൻകുടൽ ക്യാൻസറിൻ്റെ ആ റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ കാൽഷ്യം, വൈറ്റമിൻ ഡി, ഇതെല്ലാം തന്നെ വൻകുടൽ ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ആ ഒരു ഡയറ്ററി ഹാബിറ്റ്സ് ഒരു വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ചെറുപ്പക്കാരിൽ ജനറ്റിക് ടെൻഡൻസീസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഫുഡ് ഹാബിറ്റ്സും ഇങ്ങനെ മാറി വരുമ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാകുന്നു. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാഡം, നമ്മുടെ OPയിൽ ഒരു പേഷ്യൻ്റ് വന്നായിരുന്നല്ലോ, മിസ്സസ് ഷീബ, 4ാമത്തെ സ്റ്റേജ് വൻകുടൽ ക്യാൻസർ ആയിരുന്നു. അതെ ടീന, നമ്മുടെ സർജിക്കൽ ഗാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റിൽ റെഫർ ചെയ്ത പേഷ്യൻ്റ് അല്ലേ? അതെ, അവർക്കൊരു 4th സ്റ്റേജിലുള്ള ഒരു വൻകുടൽ ക്യാൻസറായിട്ടാണ് ഡയഗ്നോസിസിൽ വന്നത്. അപ്പോൾ ആ പേഷ്യൻ്റ് ശരിക്കും വന്നത് ഒരു ബ്ലീഡിങ് ആയിട്ടും, അതായത് മലത്തിലൂടെ മലം പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുന്നു, അതുപോലെ വയറുവേദന, മലം പോകാനായിട്ടുള്ള തടസ്സം, കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെയൊക്കെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. വെയിറ്റ് ലോസും ഉണ്ടായിരുന്നു പേഷ്യൻറ്റിന്. അങ്ങനെ വന്നപ്പോൾ പേഷ്യൻറ്റിന് ആദ്യം സ്കാനൊക്കെ എടുത്ത് നോക്കിയുണ്ടായി. അതുപോലെ കൊളനോസ്കോപ്പി ടെസ്റ്റ് ചെയ്തു. കൊളനോസ്കോപ്പി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ആ ക്യാൻസറിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിച്ചത്. ആ ഒരു കുടലിൻ്റെ ഒരു ഡിസെൻഡിങ് കോളൻ എന്നുള്ളൊരു ഭാഗത്തായിരുന്നു ആ ക്യാൻസർ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ബയോപ്സി എടുത്തിട്ട് നമുക്കത് അഡിനോ കാർസിനോമയാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതിന് ശേഷം CT സ്കാൻ എടുത്തപ്പോഴാണ് ഈ ക്യാൻസർ പടർന്നു എന്നുള്ളൊരവസ്ഥ മനസ്സിലാക്കുന്നത്. അത് പടർന്നിരിക്കുന്നത് ലിവറിലോട്ടാണ് പടർന്നിരുന്നത്. പക്ഷേ അതൊരു 3 സ്ഥലത്തോട്ടാണ് പടർന്നിട്ടുണ്ടായിരുന്നത്. അതായത് 3 സ്ഥലത്താണ് ഈ ഉള്ള വൻകുടലിലെ ക്യാൻസർ കോശങ്ങൾ ലിവറിലോട്ട് എത്തിയത് 3 സ്ഥലങ്ങളിലായിട്ടാണ്. അപ്പം ലിവർ മെറ്റ്സ് 3 in നമ്പറാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ വളരെ നല്ലൊരു കാര്യം എന്ന് പറയാൻ പറ്റുന്നത്, ഇങ്ങനൊരു സ്റ്റേജ്, അതായത് 4ാമത്തെ സ്റ്റേജിലാണെങ്കിൽ പോലും ഈ കരളിലും ലിവറിലും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അതും ലിവറിലുള്ള നമ്പർ ഓഫ് മെറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ക്യൂറേറ്റീവ് ഇൻറ്റൻറ്റിൽ ചികിത്സിക്കാനായിട്ട് സാധിക്കും. അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. 4th സ്റ്റേജിലാണെങ്കിലും നമ്മളതിന് ഒളിഗോ മെറ്റാസ്റ്റാറ്റിക് സിയർ കോളൻ എന്നാണ് പറയുന്നത്. നമ്പർ ഓഫ് മെറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മളിപ്പോൾ ഷീബയ്ക്ക് കീമോതെറാപ്പി കൊടുത്തല്ലോ, കീമോതെറാപ്പി കൊടുത്തു. നമ്മൾ 4 സൈക്കിൾ കീമോയാണ് കൊടുത്തത്. ഒരുപാട് കീമോ കൊടുത്താൽ ലിവർ ഇഞ്ചുറി വരും. അപ്പോൾ 4 സൈക്കിൾ കീമോ കൊടുത്തു. അതിനുശേഷം ആദ്യം
കുടലിൻ്റെ സർജറി ചെയ്തു. കുടലിൻ്റെ സർജറി ചെയ്തതിന് ശേഷം തുടർന്നും കുറച്ച് കീമോതെറാപ്പി കൊടുത്തു. ആ കീമോതെറാപ്പി എടുത്തതിന് ശേഷമാണ് കരളിൻ്റെ സർജറിയും കൂടെ ചെയ്യുകയുണ്ടായിരുന്നത്. ഇപ്പോൾ ഷീബ സന്തോഷമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുന്നു. അതുപോലെ നമ്മൾ ഈ 4ാമത്തെ സ്റ്റേജിലാകുമ്പോൾ നമുക്ക് ഈ കുറേ മോളിക്കുലാർ ടെസ്റ്റിംഗ് മെത്തേഡ്സും ഉണ്ടല്ലോ. മോളിക്കുലാർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോളോറെക്ടൽ ജീൻ പാനലുണ്ട്. അതിനകത്ത് നമ്മൾ ഈ റാസ് ടെസ്റ്റിംഗ്, റാസ് എന്ന് പറയുമ്പോൾ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് ആണ്. ഈ റാസ് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. അതുപോലെ MSI, മൈക്രോ സാറ്റലൈറ്റ് ഇൻസ്റ്റെബിലിറ്റി, ഈ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ബേസിക്കലി നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ആ ഒരു ട്യൂമറിൻ്റെ ബയോളജി, അതായത് ആ ട്യൂമറിൻ്റെ സ്വഭാവത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇത് ഈ കാര്യം കൂടെ മനസ്സിലാക്കിയാൽ നമ്മൾ എത്ര ശക്തിയുള്ള കീമോതെറാപ്പി കൊടുക്കണം എന്ന് തീരുമാനിക്കാനായിട്ടും നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ ഉപയോഗിക്കാം. ദൈവം സഹായിച്ച് ഷീബയ്ക്ക് നല്ല ബയോളജി ഉള്ളൊരു ട്യൂമറായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കീമോതെറാപ്പിക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷീബയുടെ വൻകുടലിലെ ക്യാൻസർ, കരളിലെ ക്യാൻസറെ എടുത്തു മാറ്റാനായിട്ട് പറ്റി. അപ്പോൾ ഇപ്പോൾ ക്യാൻസർ ഇല്ലാത്ത ഒരു പേഷ്യൻ്റായി സുഖമായി ജീവിച്ച് വരികയാണ് ചെയ്യുന്നത്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ടീന ഇപ്പം ഇപ്പം ലിവർ മെറ്റ്സിൻ്റെ നമ്പർ കൂടുതലായിരുന്നു എന്നുണ്ടെങ്കിൽ, മറ്റ് അവയവങ്ങളിലോട്ട് സ്പ്രെഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു ചികിത്സ പോസിബിൾ അല്ല. പക്ഷെ ആ ഒരു അവസരത്തിലാണെങ്കിൽ പോലും നമുക്ക് ഡിസീസ് കൺട്രോൾ, അതായത് അസുഖത്തെ കുറച്ച് നിർത്താൻ പറ്റുന്ന ചികിത്സ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമുക്കറിയാം, നമുക്ക് കീമോതെറാപ്പിയോടൊപ്പം ടാർഗറ്റഡ് തെറാപ്പി കമ്പൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ MSI ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയിട്ട് ചില ആൾക്കാരിൽ നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കാം, ചിലരിൽ കീമോ അവോയ്ഡ് ചെയ്ത് ഇമ്മ്യൂണോതെറാപ്പി മാത്രം കൊടുക്കാം. അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഈവൻ ഫോർ സ്റ്റേജ് 4 നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റിയില്ല. ഇപ്പോൾ ഷീബയുടെ പോലത്തെ കേസ് അല്ലാത്ത പടർന്ന ഒരു കേസ് ക്യാൻസർ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ അസുഖത്തെ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 4ാമത്തെ സ്റ്റേജ് ചികിത്സ ഇല്ലാത്ത സ്റ്റേജ് നല്ല ചികിത്സയുണ്ട്, അസുഖത്തെ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ടും സാധിക്കും. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടത്തുക തന്നെ വേണം, ഇല്ലേ? മാഡം, വൻകുടൽ ക്യാൻസർ നേരത്തെ കണ്ടെത്താനാകില്ലേ? എന്തൊക്കെയാണ് അതിൻ്റെ സ്ക്രീനിങ് ഗൈഡ് ലൈൻസ് ഒക്കെ? സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ തന്നെ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ ആണ്. അതിന് സ്ക്രീനിങ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കസിൻ ബ്രദർ അമേരിക്കയിലാണ്. അവർക്ക് നിർബന്ധമാണ് ഈ സ്ക്രീനിങ്. അതായത് ഈ ഒരു പ്രായം കഴിഞ്ഞാൽ കൊളോറക്ടൽ ക്യാൻസർ സ്ക്രീനിങ് മാത്രമല്ല, പല ക്യാൻസർ സ്ക്രീനിങ് അവിടെ നിർബന്ധമായിട്ടും ചെയ്യണം. നമ്മുടെ പോപ്പുലേഷൻ അതിനെപ്പറ്റി കൂടുതൽ അവെയർ ആയിരിക്കണം. ഈ ഒരു സമയത്ത്, ഈ ഒരു മാസത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ആ നോളജ് എല്ലാവരിലേക്കും എത്തിക്കണം. ബേസിക്കലി നമുക്ക് ഈ കോളൻ ക്യാൻസറിൻ്റെ ഈ സ്ക്രീനിങ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഒരു 45 ഇയേഴ്സിന് ശേഷമാണ് ഈ സ്ക്രീനിങ് റെക്കമെൻഡേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ പോപ്പുലേഷനെ ആവറേജ് റിസ്ക് ഫോർ ഡെവലപ്പിംഗ് കോളോറക്ടൽ ക്യാൻസർ അല്ലെങ്കിൽ ഹൈ റിസ്ക് ഫോർ ഡെവലപ്പിംഗ് ക്യാൻസർ എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് തരംതിരിക്കും. ഇപ്പം നമുക്ക് വയറിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്ന അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് വരുന്ന രോഗമുണ്ട്. അൾസറേറ്റീവ് കോളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഡിസീസൊക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ള ആൾക്കാർ ഹൈ റിസ്കിലോട്ടാണ് വരുന്നത്. അവർക്ക് കുറച്ചും കൂടെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്ക്രീനിങ് ഗൈഡ് ലൈൻസ് ആണ്. പക്ഷേ അല്ലാത്ത ആൾക്കാർ ആവറേജ് റിസ്ക് ആണ്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. ജനറൽ പോപ്പുലേഷൻ കൂടുതലും അവരായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ബേസിക്കലി 45 ഇയേഴ്സിന് ശേഷമാണ് ക്യാൻസർ സ്ക്രീനിങ് ഗൈഡ് ലൈൻസ് വരുന്നത്. പ്രധാനമായിട്ട് കൊളോണോസ്കോപ്പി 10 വർഷം കൂടുമ്പോഴാണ് കൊളോണോസ്കോപ്പി ചെയ്യേണ്ടത്. ഈ കൊളോണോസ്കോപ്പിയിൽ എന്തെങ്കിലും അബ്നോർമൽ ഫൈൻഡീസ്, പോളിപ്പ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് കൊളോണോസ്കോപ്പി ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വേറെ മെത്തേഡ്സ് ഉണ്ട്. അതായത് സ്റ്റൂൾ ടെസ്റ്റിംഗ് ഉണ്ട്, അതിനകത്തുള്ള ചില DNA ടെസ്റ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ട്. സിഗ്മോഡോസ്കോപ്പി ഉണ്ട്. സിഗ്മോഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളൻ്റെ കുറച്ച് ഭാഗം മാത്രമേ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് ഈ കൊളോണോസ്കോപ്പി എന്നുള്ളതാണ്. 10 വർഷം കൂടുമ്പോഴാണ് അത് എടുക്കേണ്ടത്, ഓൾമോസ്റ്റ് 75 ഇയേഴ്സ് വരെ. അപ്പോൾ ഈ ഒരു നോളജ് നമ്മൾ ആൾക്കാരിലേക്ക് ഈ മാസം എത്തിക്കണം, അല്ലേ? ഈ 45 ഇയേഴ്സിന് ശേഷം 10 വർഷം കൂടുമ്പോൾ കൊളോണോസ്കോപ്പി ചെയ്യുക, റെഗുലറായിട്ടൊരു ഡോക്ടറിനെ കാണുക, സ്ക്രീനിങ് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ, ബിക്കോസ് ഏത് ക്യാൻസർ ആണെങ്കിലും ഏർലി ഡിറ്റക്ഷൻ ആണ് കീ, ഇല്ലേ? അതിലാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എല്ലാത്തിനും മാറ്റം വരുത്തുന്നത്. അങ്ങനെയാണ്. അത് നമ്മൾ എന്തായാലും അതിന് ശ്രമിക്കണം. ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കണം. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓങ്കോളജിയുടെ വരിയിൽ നിന്ന് എല്ലാ ആൾക്കാർക്കും കൂടുതൽ അവെയറായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു മാസമാകട്ടെ ഇത് എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.